എൻ്റെ പേര് വന്നിട്ട് എ.ജി. നസീർ. ഞാൻ ഒറിജിനൽ വന്നിട്ട് കേരളത്തിൽ തൃക്കരിപ്പൂരാണ്, കാസർഗോഡ് ജില്ല. ഞാൻ വരുന്ന കാലത്തെ കാസർഗോഡ് ജില്ലയല്ല, പിന്നീടാണത് കാസർഗോഡ് ജില്ലയാണ്. ആദ്യം കണ്ണൂർ ജില്ലയല്ലേ. ഞാൻ വന്നത് 1980-ലാണ് മലേഷ്യയിൽ. പിന്നെ ആ കാലം നമ്മുടെ കുടുംബക്കാർ മൊത്തം ഇവിടെ ഉണ്ടായതുകൊണ്ട് അവിടെ തന്നെ മലേഷ്യയിൽ തന്നെ പഠിച്ച്, അത് കഴിഞ്ഞ് 91 കഴിഞ്ഞപ്പോൾ പഠിപ്പും കഴിഞ്ഞ് പിന്നെ സാബ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ പഠിച്ചുകൊണ്ടുണ്ടായത്. സാബയിൽ നിന്ന് പഠിച്ച് എല്ലാം കഴിഞ്ഞ് പിന്നെ ജോഹർ എന്ന് പറഞ്ഞ മണ്ണിലേക്ക് വന്നു. അവിടുന്ന് 1991-ലാണ് വന്നത്. 91-ൽ വന്ന് ഇവിടുന്ന് സിംഗപ്പൂരേക്ക് പണിക്ക് പോകും. സിംഗപ്പൂർ 2 കൊല്ലത്തോളം പണിക്കുണ്ടായി. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ആദ്യം ജോലിൽ തന്നെ പണിക്കും. ഓരോ സ്ഥലത്ത് ഇങ്ങനെ ആയിട്ട് പണിയെടുക്കും. നമ്മുടെ നാട്ടുകാരെ കടയിൽ തന്നെയാണ് പണിക്കും, അല്ലാണ്ട് വേറെ പുറത്തെവിടെയും പോയി പണിയൊന്നും എടുക്കില്ല. നമ്മുടെ നാട്ടുകാരെ കീഴിൽ തന്നെ പണിയെടുക്കും. അങ്ങനെ ഇപ്പോൾ കുറേ കടകൾ എല്ലാം ആയിട്ട് ഉണ്ട്. അതായത് 10-60 കട, 10-60-70 കടകളുണ്ട്. അതിൽ മൊത്തം എൻ്റെ കടയൊന്നുമല്ല. ഞാനാകെ 2 കട, 3 കട എടുത്താൽ എൻ്റെ സ്വന്തം കട ഉണ്ടാവും. ഇങ്ങനെ ബാക്കിയെല്ലാം ലൈസൻസിന് നിന്ന് കൊടുത്തിട്ട് കുട്ടികൾ ആരെങ്കിലും രക്ഷപ്പെട്ടിട്ട് ഇപ്പോൾ അവരുടെ കുടുംബം കാര്യം രക്ഷപ്പെടുന്നതല്ല. അധികവും കേരളക്കാർ മാത്രമാണ് ഏറ്റവും കൂടുതൽ കച്ചവടം ചെയ്യുന്നത്. ബാക്കി ഇങ്ങനത്തെ ഇന്തോനേഷ്യ ഇതെല്ലാം ഉണ്ട്. ധാരാളം പണിക്കായിട്ട് ഇന്തോനേഷ്യ ഉണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, മറ്റേ പാകിസ്ഥാനുണ്ട്, ശ്രീലങ്കയുണ്ട്, അത് കണക്കെ നേപ്പാളികളുമുണ്ട്. 6-8 എണ്ണം എല്ലായിട്ട് ഇങ്ങനെ പണിയെടുത്ത് പോകുന്നത്. എല്ലാം കൂടി ഒരു 1000-1000 ചില്ലാനോളം പണിക്കാരൊന്നും എൻ്റെ കീഴിലില്ല. ഇപ്പോൾ കുറേ കാലമായിട്ട് ഇങ്ങനെ തന്നെ പോകുന്നു. അതായത് ഇത് കണക്ക് തന്നെ എന്നും പോട്ട്. അതായത് എനിക്കാ ഒരു ശരി എല്ലാവരും ജനങ്ങളോടായിട്ട് പറയാനുള്ളത്, നാട്ടിൽ നിന്ന് ദയവായിട്ട് വരുമ്പം ഈ കേരളത്തിൻ്റെ ആ തല്ല മുതൽ ഈ തല്ല വരെയുള്ള ആൾ അധികം വഞ്ചിക്കപ്പെടുന്നുണ്ട്. പല വിസയും ഇങ്ങനെയുണ്ട്, കൊണ്ടുവന്ന് ഇവിടെ വിസിറ്റിനുണ്ട്, അവസാനം പാവങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കിയിടും. അങ്ങനെ കുറേ കൊല്ലം അവർ വിസയും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ചില ആളെ പിടിച്ചിട്ട് നാട്ടിൽ പോകും, ജയിലിൽ കിടന്നിട്ടെല്ലാം പോകും. ചില ആളെ എങ്ങനെയെങ്കിലും നമ്മളെടുത്ത് കണ്ട് ചിലപ്പം നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്തിട്ട് കയറ്റി വിടലാണ് നാട്ടിൽ. അതുകൊണ്ട് ഇങ്ങനത്തെ എല്ലാം ശരിക്കും അന്വേഷിച്ചിട്ട് മാത്രമേ വരാൻ പാടുള്ളൂ. ഒരു ട്രാവൽസ് ആരെല്ലാം വാക്ക് കേട്ടിട്ട് നേരെ വന്നിട്ട് കയറി വരരുത്. അതാണ് ഈ മെയിൻ പ്രശ്നം. പിന്നെ നമ്മളെ കൊണ്ട് കിടന്ന് കഴിയുന്ന ചില സഹായങ്ങൾ മരണപ്പെട്ട് ചെയ്താൽ അവർക്ക് വേണ്ട സഹായം ചെയ്യും. ചില ആൾ നാട്ടിൽ കൊണ്ടുപോകാൻ പറയും, ചില ആൾ ഇവിടെ തന്നെ, അധികവും ചില ആളുകൾ ഇവിടെ തന്നെ അടക്കാനാണ് പറയൽ. മയ്യത്തെല്ലാം ഇവിടെ തന്നെ കവറടക്കിയ നാട്ടിൽ കൊണ്ടുപോകണ്ടെന്ന് പറയും. എന്ന് പറഞ്ഞാൽ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. എന്ന് വെച്ചാൽ എല്ലാതും ചെയ്യണമെങ്കിലും ഇന്ത്യൻ ഹൈ കമ്മീഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരോട് സമ്മതപത്രം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇവിടെ കവറെടുക്കുന്നുണ്ടെങ്കിൽ നാട്ടിലേക്ക് കയറ്റി വിടുന്നുണ്ടെങ്കിലും അതിൻ്റെ നിയമം. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളാണ് അധികം ചെയ്യൽ. നമ്മളെ കൊണ്ട് തടിയോട് കഴിയുന്ന സഹായമാണതല്ലോ. ചിലവെങ്ങനെ കുറഞ്ഞ് ജീവിക്കാൻ പറ്റൂ, അവനിക്ക് നാട്ടിൽ സുഖമായിട്ട് ജീവിക്കാം, നാട്ടിൽ വീടും കാര്യമൊക്കെ. ഇനി തീരെ ശ്രദ്ധിക്കുന്നില്ലേ, പൈസ ഇങ്ങനെ നശിപ്പിച്ച് പോകുന്നവനിക്കൊന്നും ഉണ്ടാവില്ല. കച്ചവടം ചെയ്തെന്നുണ്ടാവും. 10 കൊല്ലം 20 കൊല്ലം മലേഷ്യയിലുണ്ടായിന് ഒന്നുമില്ല ജീവിതത്തിൽ, വട്ടപൂജയായിരിക്കും. ചില ആൾ എല്ലാവരും വലിയ കോടീശ്വരനാണെന്നില്ല വാക്കല്ല ഞാൻ പറയുന്നു. അത് എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല. ചില ആൾക്ക് പറയാം ദൈവത്തിൻ്റെ ഓരോ ഇതുണ്ട്. ചില ആൾ പെട്ടെന്ന് മുമ്പോട്ട് കയറും, പെട്ടെന്ന് വളർന്ന് കയറാൻ പറ്റും. പക്ഷെ എല്ലാവരും അങ്ങനെയാണ്. എന്നാലും ഒരു വിധമായി ജീവിച്ച് പോകേണ്ട ലെവലെല്ലാം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമ്മൾ അത്രത്തോളം അച്ചടക്കത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ. കല്യാണം ഞാൻ കഴിച്ചത് കടന്നപ്പള്ളിയാണ്. നമ്മളെ കടന്നപ്പള്ളി ആമേദറിൻ്റെ നാടാണ്. പെരിയാർ മെഡിക്കൽ കോളേജും കടന്നപ്പള്ളി, അതായത് കടന്നപ്പള്ളി ഗ്രാമപഞ്ചായത്ത്, അവിടെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. വീടെടുത്തിട്ട് തൃക്കരിപ്പൂർ എന്ന് പറയുന്ന നമ്മളെ തങ്കയം എന്ന സ്ഥലത്താണ് താമസം. എനിക്ക് 4 പെൺകുട്ടികളാണ്. 2 പെൺകുട്ടികൾ കല്യാണം കഴിച്ച്, 2 പെൺകുട്ടികളും, ഒരാൾ അബുദാബി, ഒരാൾ അല്ലയിൽ. 2 പെൺകുട്ടികൾ പഠിക്കുന്നു, ഇപ്പം മലേഷ്യ പഠിക്കുകയെന്ന്. 2 പെൺകുട്ടികളെ ഭർത്താവും ഗമ്മാരെല്ലാം, ഒരാൾ അബുദാബി, ഒരാൾ അല്ലയിൽ, ഒരാൾ ഫാർമസി, ഒരാൾ ബിസിനസ് ആയിട്ട് പോകുന്നു.